കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ശമ്പളം നമ്മളാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. അതെ. പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ മറ്റൊരാൾ നമ്മുടെ ശമ്പളം ഡിസൈഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ സാലറി ഞാൻ മേടിക്കേണ്ടത് ഷൂട്ടിംഗ്, അതായത് നമുക്ക് തിയേറ്ററിൽ ഇറക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, പടം വിജയിക്കുമ്പോൾ എനിക്ക് കാശ് തന്നാൽ മതി. പടം വിജയിക്കുമ്പോഴെങ്കിലും കാശ് തരണം. എഴുതിയൊന്നും തരണ്ട, പക്ഷേ അപ്പോഴെങ്കിലും സാലറി തന്നാലും നല്ലത്. ഫോറം കേരളത്തിൽ നിന്നാണ് ഏറ്റവും തുടങ്ങിയത്. എന്നെ എന്താണ് സുപ്രീം സ്റ്റാർ എന്നുള്ള പേരും അതൊക്കെ സർക്കാസം, നവരസ നായകൻ എന്നുള്ള പേരുകളൊക്കെ അവരാണ് തന്നത്. അതിൻ്റെ അകത്ത് കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, കുറേ പേര് ബാക്കിയുള്ള ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ അകത്ത് ടിപ്പർ വാസുവാണ് SKFൻ്റെ സൈജു ഗ്രൂപ്പ് ഫാൻസ്, സൈജു ഗ്രൂപ്പ് ഫാൻസിൻ്റെ മെയിൻ ആള്. അതായത് എന്നെപ്പറ്റി എന്ത് റോങ് പറഞ്ഞാലും ഉടനെ ടിപ്പർ വാസ് വരും, സൈജു ആണെന്നെ പറ്റി പറയില്ലേ, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ അവിടെ നിന്ന് വേറെ ആക്ടേഴ്സിൻ്റെ ഫാൻസ്, അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അത് ഒരാൾ നമ്മളെ പറ്റി എന്താണ് വളരെ മോശമായിട്ടാണ് അഭിനയിച്ചത്, അല്ലെങ്കിൽ ഓവർ ആക്ടിങ് ആണ്, അല്ലെങ്കിൽ മറ്റേ പടത്തിൽ കണ്ട പോലെ തന്നെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പാഠമാണ്. ഇപ്പോൾ പിന്നെ ഒരുപാട് പേരിലാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാ കാറ്റഗറിയിലും വളരെ കുറച്ച് പേരാണ് ഞാനതിൽ കൃത്യമായി ചാൻസ് ചോദിച്ചിട്ടാണ് എനിക്ക് ആ റോള് കിട്ടിയത്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുണ്ട്, ഇപ്പം ഇപ്പോൾ ദിനേശ് ചേട്ടനോട് പറഞ്ഞിട്ടാണ്, ദിനേശ് ചേട്ടൻ ത്രൂ ആണ് VKPയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രസമുള്ള സാധനം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഫിലിം പിയോറ ത്രൂ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കറിലേക്ക് പോകുന്നു. പക്ഷെ അവിടുന്ന് കർമ്മയോഗി തുടങ്ങുന്നു, ബ്യൂട്ടിഫുൾ ചെയ്യുന്നു, അല്ലേ, ട്രിവാൻഡ്രം ലോഡ്ജ് ചെയ്യുന്നു, തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നു. VKP തന്നെ അടുത്ത സിനിമയിൽ നിന്ന് നമുക്ക് ഒരു നെക്സ്റ്റ് മേക്ക് ഓവറിന് എഗെയിൻ നമുക്ക് ഈ ട്രസ്റ്റ് വയ്ക്കാം അടുത്ത, എന്നിട്ട് അത് ട്രിവാൻഡ്രം ലോഡ്ജിൽ എത്തിക്കെത്തുമ്പോൾ കറക്റ്റ് ഞാൻ ഒരു മഞ്ഞപ്പത്ര ലെവലുള്ള ക്യാരക്ടറിന് ഭയങ്കര ഒരു, നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഈ ക്യാരക്ടർ മുൻപാണെങ്കിൽ സൈജു കുറുപ്പിനെ ആലോചിക്കാൻ പറ്റില്ല നമുക്ക്. സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാൾ, ഈ ഒരു നല്ലവനായ ഉണ്ണി ടൈപ്പ് ഒരാളെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ തന്നെ ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. അപ്പോൾ അതൊരു എന്താ പറയുക, അവിടെ ഒരു സ്ഥിരോത്സാഹം വേണമല്ലോ. ഞാൻ പറയുന്നൊരു കോർപ്പറേറ്റ് ലൈഫിൽ ഈ പറയുന്ന കുറച്ച് കഴിയുമ്പോൾ ഒരു സാച്ചുറേഷനും മടുപ്പും വരുമ്പോഴും ചിലപ്പോൾ അത് പ്രൊമോട്ടഡായിട്ട് നമുക്ക് അത്രയൊന്നും സെയിൽസോ ബിസിനസ്സോ ഒന്നും ചെയ്യേണ്ട സിനാരിയോ വരില്ല. അതിൻ്റെ ടീം ലീഡായിട്ട് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി റോൾ ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ഒരു ഘട്ടം വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ എന്തായിരുന്നൊരു സ്ഥിരോത്സാഹവും എനർജിയും? അല്ല, ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് സർവൈവലിൻ്റെ ഒരു ഇതാണ്. അതായത് നമ്മളിപ്പം അവഗണന ഉണ്ടായി കാണാം, അല്ലെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടി കാണൂല, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കരിയർ ഇതായിപ്പോയി ഇപ്പം. അപ്പം നമ്മൾ ജോലിക്ക് വേണ്ടി തേടിയേ പറ്റുള്ളൂ. ജോലിയുടെ അന്വേഷണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കാൻ ഇരിക്കുന്നതല്ലാണ്ട് വേറെ എനിക്ക് നിവൃത്തിയില്ല. പിന്നെ 5-6 ഫിലിം മേക്കേഴ്സ് അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് എല്ലാ ആഴ്ചയും ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട് കേരളത്തിൽ. മിക്കവരൊക്കെ ഡെബ്യൂട്ടൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ ഇതാണ്, പ്രോസ്പെക്ട്സ് ആണ്, എൻ്റെ ജോലിക്കുള്ള പ്രോസ്പെക്ട്സ് ആണ്. ഇവരെയൊക്കെ ഞാൻ പൈപ്പ് ലൈനിൽ വെച്ച്, നമ്മൾ സെയിൽസിൽ അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്ത്, ഇവരൊക്കെ പൈപ്പ് ലൈനിലുണ്ട് എൻ്റെ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ വിളിക്കുക. എവിടെയാണിത് വർക്കൗട്ട് ആകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിജയബാബുനെ കണ്ടിട്ട് ഞാൻ ആടെന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് ഞാൻ ചാൻസ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ഭരതനാട്യം വരെയുള്ള ട്രാവൽ. അല്ല, അത് പോട്ടെ, ഇതൊന്നുമല്ല. ട്രിവാൻഡ്രം ലോഡ്ജ്. ഇപ്പോൾ ദിനേശ് ചേട്ടനോട് അന്ന് ഞാൻ നമ്പർ മേടിച്ചിട്ട് VKP വിളിച്ചു. VKPയുടെ പടത്തിൽ അഭിനയിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആഡ്സിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം തന്നെ സിനിമയിൽ അഭിനയിപ്പിച്ചു, കർമ്മയോഗിയിലേക്ക്. അതെ. അന്ന് VKP ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിപ്പം VKPയുടെ 9 നാഷണൽ ആഡ്സും 10 സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്ന് VKP വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ ബ്രേക്ക് സംഭവിക്കില്ല. പക്ഷെ എല്ലാം നടക്കേണ്ടതാണ്. ദൈവം അതുകൊണ്ടാണ് ആ സമയത്ത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ മോട്ടിവേഷൻ ഇസ് ദിസ്. എൻ്റെ ജോലി ഇതാണ്, എനിക്ക് വേറെ നിവൃത്തിയില്ല. സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ സിനിമ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് സിനിമയിൽ എന്താ അറിയാവുന്നത്? അഭിനയമാണ് ഇപ്പോൾ അറിയാവുന്നത്, വേറൊന്നും എനിക്കറിയില്ല. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. ഈ ബാക്ക് ടു
ഭരതനാട്യം വരുന്ന സമയത്ത് ഇപ്പം ഒന്നിൽ കൂടുതൽ സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്ന ബജറ്റിലാണ് കൺവീനിയൻ്റ് ആവുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൈവിട്ട് പോകുന്ന റോള് കൂടി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിനൊരു ഈ ബജറ്റിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും, അതേസമയം തന്നെ ചിലത് ചെയ്യാനും പറ്റാത്ത സാഹചര്യം, അതായത് ബഡ്ജറ്റ് അത്ര ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരില്ലേ? അതെ അതെ അതെ. അല്ല അത് അത് പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ. അതെ അല്ലേ? അങ്ങനത്തെ ഒരു പടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യും. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ ഇഫ് ദേ ആർ ഓപ്പൺ ടു അസ് അതവർ പറയണം, അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. അവർ പറയണം ഓക്കെ ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ, നമ്മൾ ഈ പടം ചെയ്യാം, അപ്പോൾ ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് മാക്സിമം എൻ്റെ സാലറിയിൽ വിട്ടുവീഴ്ചകൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. വേറൊരു ആക്ടറിൻ്റെയോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെയോ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. ശമ്പളം നമ്മളാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ മറ്റൊരാൾ നമ്മുടെ ശമ്പളം ഡിസൈഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ ഒരു ജോലി കയറുമ്പോഴത്തേക്കും നമുക്ക് ആ ശമ്പളം ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ നമ്മളവിടെ പോവുള്ളൂ. അവർ ശമ്പളം ഓഫർ ചെയ്യുന്നു, നമുക്കത് പറ്റുന്നില്ല. ബട്ട് ഇപ്പം ആസ് എൻ ഇൻഡിവിജ്വൽ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ, ഇപ്പം ഞാനൊരു പടത്തിൽ പ്രൊട്ടാഗനിസ്റ്റ് ആണെങ്കിൽ ആ ക്യാരക്ടർ അതിഉഗ്രൻ, ആ സ്ക്രിപ്റ്റ് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്, പ്രൊഡ്യൂസർ റെഡിയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും രൂപ പകുതി ബഡ്ജറ്റേ ഉള്ളൂ. പകുതി ബഡ്ജറ്റ് ഉള്ളെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. എന്ന് വെച്ചാൽ എൻ്റെ സാലറി ഇപ്പം ഞാൻ മേടിച്ചില്ലെങ്കിൽ തന്നെ ആ പകുതി ബഡ്ജറ്റ് കവറാകാൻ പോകുന്നില്ല. ഓക്കെ, സോ അത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോൾ എൻ്റെ സാലറി ഞാൻ മേടിക്കേണ്ടത് ഷൂട്ടിംഗ്, അതായത് നമുക്ക് തിയേറ്ററിൽ ഇറക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, പടം വിജയിക്കുമ്പോൾ എനിക്ക് കാശ് തന്നാൽ മതി. അപ്പോൾ പടം വിജയിക്കുമ്പോഴെങ്കിലും കാശ് തരണം, എഴുതിയൊന്നും തരണ്ട, പക്ഷേ അപ്പോഴെങ്കിലും സാലറി തന്നാലും നല്ലത്. നേരത്തെ ഒരു ഇപ്പം സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇനീഷ്യൽ കാലത്ത് ഭയങ്കരമായിട്ട് ട്രോള് വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആ ട്രോള് വന്ന സമയത്ത് ആ ട്രോളുകൾ ഉണ്ടായി. ഇപ്പം ഞാൻ സ്പെസിഫിക് പറയുകയാണെങ്കിൽ സിനിമ പാരഡൈസ് ഗ്രൂപ്പിൻ്റെയൊക്കെ ട്രോള് വന്ന സമയത്ത് അതേ സിനിമ പാരഡൈസ് ഗ്രൂപ്പ് ഇവന്റിൽ വന്നിട്ട് അതിന് ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആദ്യം സംസാരിച്ചിരുന്ന ഒരാളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് എനിക്ക് മനസ്സിലായത് അവിടെ പറഞ്ഞത് ഈ ട്രോളുകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിസിബിലിറ്റിയും ഡിസ്കഷനും തിരിച്ചതൊരു എനർജിയായി മാറുന്നതിനെ കുറിച്ചും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിരുന്നു. കാരണം ഒരു പക്ഷേ ഒരുപാട് പേര് അതൊരു ട്രോമാറ്റിക് സംഗതിയാണ്, സങ്കടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ ഇതൊരു എനർജി ആക്കുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന അതേ മിഥുനാണ്, അല്ലെങ്കിൽ അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള മിഥുൻ ത്രൂ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമ സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞ അത് ഒരു ശുഭാപ്തി വിശ്വാസം സെറ്റ് ചെയ്യുക, ഈ പറയുന്ന ഒരു നെഗറ്റിവിറ്റി വേണമെങ്കിൽ നെഗറ്റിവിറ്റി ആയിട്ട് എടുക്കുന്നവരുണ്ട്, അതൊരു ഭയങ്കര സാധ്യതയാക്കുക എന്ന് പറയുന്ന സാധനം ഭയങ്കര പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടില്ലേ മനീഷ്? ഞാൻ മോസ്റ്റ്ലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു പരിധിവരെയും എനിക്ക് തോന്നുന്നത് ആ റിവ്യൂസൊക്കെ ഒരുപാട് എന്നിലുള്ള നടനെ പോളിഷ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് ഇവരാരും നമ്മുടെ പേഴ്സണലി നമ്മളോടുള്ള ശത്രുത കൊണ്ടല്ല ഇത് ചെയ്യുന്നത്, അല്ലേ? നമ്മളൊരു കഥാപാത്രത്തെ കണ്ടു, അത് നമ്മൾ മോശമായിട്ട് ഇത് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, കളിയാക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ നമ്മുടെ സിനിമ പാരഡൈസ് ക്ലബിലായാലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഫോറം കേരളം എന്ന് പറഞ്ഞ ഫോറം കേരളമാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അവരാണ് ഇതിൻ്റെ ഫാദർ. അത് കഴിഞ്ഞാണ് പിന്നെ സിനിമ പാരഡൈസ് ഒക്കെ വന്നത്. ഫോറം കേരളത്തിൽ നിന്നാണ് ഏറ്റവും തുടങ്ങിയത്. എന്നെ എന്താണ് സുപ്രീം സ്റ്റാർ എന്നുള്ള പേരും അതൊക്കെ സർക്കാസം, നവരസ നായകൻ എന്നുള്ള പേരുകളൊക്കെ അവരാണ് തന്നത്. അതിൻ്റെ അകത്ത് കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, കുറേ പേര് ബാക്കിയുള്ള ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ അകത്ത് സജിൻ ഹരിദാസ് എന്ന് പറഞ്ഞ കണ്ണൂരുകാരൻ ഒരു ആളുണ്ടായിരുന്നു, ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു അയാൾ. ഞാൻ പിന്നെയാണ് അതൊക്കെ സജിനാന്നൊക്കെ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പെന്നെയും അതിൻ്റെ അകത്ത് മിക്കവാറും പേരുടെ പെന്നെയും ആയിരുന്നു ടിപ്പർ വാസു എന്നായിരുന്നു അയാളുടെ പെന്നെയും. അപ്പോൾ ടിപ്പർ വാസു ആണ് SKFൻ്റെ സൈജു ഗ്രൂപ്പ് ഫാൻസിൻ്റെ മെയിൻ ആള്. അതായത് എന്നെപ്പറ്റി എന്ത് റോങ് പറഞ്ഞാലും ഉടനെ ടിപ്പർ വാസ് വരും, സൈജു ആണെന്നെ പറ്റി പറയില്ലേ, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ അവിടെ നിന്ന് വേറെ ആക്ടേഴ്സിൻ്റെ ഫാൻസ്, അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈജു സാർ എന്നുള്ള, അത് സിനിമ പാരഡൈസ് എന്നൊരു വിളിയാണ്, നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു സാറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ ഇവരൊക്കെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. അപ്പൊ ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല, അവരും അത് എൻജോയ് ചെയ്യുന്നു, നമ്മളും അത് എൻജോയ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് നമ്മളിവർ ഡിസ്കസ് എങ്കിലും ചെയ്തിട്ടില്ല. മറ്റേത് നമ്മളിപ്പറ്റി ആരും ഡിസ്കസ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ
അപ്പം ഞാൻ ആ രീതിയിലേക്ക് എടുക്കുന്നത്. ഇവൻ റിവ്യൂസ് പോലും ഇപ്പം ഒരാൾ നമ്മളെ പറ്റി എന്താണ് വളരെ മോശമായിട്ടാണ് അഭിനയിച്ചത്, അല്ലെങ്കിൽ ഓവർ ആക്ടിങ് ആണ്, അല്ലെങ്കിൽ മറ്റേ പടത്തിൽ കണ്ട പോലെ തന്നെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പാഠമാണ്. ഓക്കെ, നമ്മളപ്പോൾ അതൊന്ന് അത് നമ്മൾ വിലക്കെടുക്കണം. നമ്മളത് ഇനി അതങ്ങനെ ഇവർ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയാൻ പാടില്ല എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുത്താൽ കുഴപ്പമില്ല. പക്ഷെ അത് എനിക്ക് കൂടുതൽ പേര് അങ്ങനെ തയ്യാറാവാത്തൊരു പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന, ടെൻസ്ഡ് ആവുന്ന, ചിലപ്പോൾ അവർക്കൊരു എനിക്ക് തോന്നുന്നത് അന്നത്തെ ദിവസം അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പം അധിക്ഷേപ സ്വഭാവമുള്ളതിന് അതിന് വേറെ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ അതൊരു പേഴ്സണൽ ഹരാസ്മെന്റ് ഉണ്ട്, മീൻസ് വ്യക്തിഹത്യ ചെയ്യുന്ന സിനാരിയോ ഉണ്ട്. അതൊരു സർക്കാസ്റ്റിക് സ്വഭാവത്തിലുള്ളതാണെങ്കിലും അതിന്റെ സർക്കാസം കണ്ടെത്താതെ അല്ലെങ്കിൽ സർക്കാസം ഉൾക്കൊള്ളാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി വരാറില്ല പലപ്പോഴും. സർക്കാസം ആണെങ്കിൽ അത് ഓക്കെയാണ്. ഞാൻ പറഞ്ഞ അവിടെയാണല്ലോ കളിയാക്കൽ വരുന്നത്, ട്രോളൊക്കെ വരുന്നത്. മറ്റേത് ഈ ഹേർട്ട് ചെയ്ത നാച്ചുറലി ഇപ്പൊ നമുക്ക് ഒരാളെ നമ്മുടെ ആക്ടിങ് അതിനെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എടുക്കാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പേഴ്സണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് ഇപ്പം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ വേറെ തരത്തിൽ നോക്കിയപ്പം ഞാൻ ഈ പറഞ്ഞൊരു സർക്കാസും ട്രോളൊക്കെ ഇപ്പം ഒരു കാരിക്കേച്ചർ റോളൊക്കെ വരുന്ന സമയത്ത് അത് പിന്നീട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഞാൻ ഇതിൻ്റെ ഒരു തിരിച്ചു വരവുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ അബുവൊക്കെ എല്ലാ ട്രോളുകളുടെയും ഒരു സ്ഥിരതയുള്ള ക്യാരക്ടറായി മാറുന്നു. ഈ പറഞ്ഞ ഇപ്പം പ്രസന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ട്രോൾ ലെവലുള്ള ഒരു ക്യാരക്ടറായിട്ടാണല്ലോ പോകുന്നത്. അത്തരം ക്യാരക്ടറിനെ പിന്നീട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര രസമുള്ള സാധനമാണല്ലോ. നമ്മൾ ഒരു സമയത്ത് ഇപ്പം ശരിക്ക് സൈജു ആരാധകർ തന്നെ ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് അതൊരു ഫിക്ഷണൽ എലമെന്റിൽ ഉണ്ടാക്കി വെച്ചെടുത്തുനിന്ന് ശരിക്കും ഇവർക്കൊക്കെ ഫാൻസ് ഉണ്ടാവുന്ന ഞാൻ ഇന്ന് ഇപ്പം എത്രയോ പേര് മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ടാവില്ല ഞാൻ ഈ ക്യാരക്ടറിന്റെ ഫാനാണ്, നിങ്ങളുടെ ഫാനാണ്. അങ്ങനെ വരുന്നൊരു മൊമെന്റ്, ഒരു റിയലിസ്റ്റിക് മൊമെന്റ് പിന്നീട് ഉണ്ടാവുന്നത് ഭയങ്കര രസമുള്ളൊരു ഭയങ്കര അനുഭവമാണത്. ഡെഫിനറ്റ്ലി അത് നമ്മളിപ്പം എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം പല ക്യാരക്ടേഴ്സും അങ്ങനത്തെ കിട്ടി. അതെ, അത് പലർക്കും എൻ്റെ പല ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പം അറക്കലബുവും അജയൻ എന്ന് പറഞ്ഞ മാളികപ്പുറത്തിലെ ക്യാരക്ടർ, ഇത് രണ്ടും ആണ് ആൾക്കാർ കോമൺ ആയിട്ട് പറയുന്ന രണ്ടിത്. എന്നെ കാണുമ്പോൾ തന്നെ ഇതിൽ രണ്ടിലും നന്നായിരുന്നു എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇവർ പറയുന്നത് ഇപ്പം എന്താണ്, സംയുക്തനെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, പ്രസന്നനെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ജോണി പെരുങ്ങോടിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, നമ്മുടെ ആൻമറിയലെ എന്നെ പല ഈ മാളികപ്പുറം വരുന്നതിന് മുമ്പ് വരെയും ആൻമറിയുടെ പപ്പ ഇങ്ങനെയാണ് കുട്ടികൾക്ക് പേരൻസ് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ കല്ലൂരിന്റെ അച്ചായിന്നായി മാളികപ്പുറം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ബജ്രംഗൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ വള്ളിയും തെറ്റി പുള്ളി. അത് കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. സോ ഒരുപാട് നമുക്ക് പല ക്യാരക്ടേഴ്സ് ഇപ്പൊ ഒറ്റപ്പടം അല്ലെങ്കിൽ ഒരു 2-3 പടത്തിന്റെ ക്യാരക്ടേഴ്സ് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും അത് കിട്ടും നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ആക്ച്വലി കുറെ നല്ല ക്യാരക്ടേഴ്സും കിട്ടി. അതൊക്കെ സക്സസ്ഫുള്ളും ആയി. പിന്നീടും ഓർക്കപ്പെടുന്ന ക്യാരക്ടർ ആവുക. അതെ. ചിലപ്പോൾ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ആ സമയത്ത് മൊമെന്റിൽ ഇത് ആഘോഷിക്കുകയും പിന്നീട് ആ ക്യാരക്ടർ ചർച്ചയാവാതെ പോകുന്നതിന് പകരം ക്യാരക്ടറിന് കുറേയും കൂടി ഈ കാലത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സംഗതിയുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ ഇത് വെച്ചിട്ടുള്ള ട്രോൾ മെറ്റീരിയൽ വരുമ്പം അത് നമ്മളെ ഭയങ്കരമായിട്ട് എന്താണ്, നമുക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു ക്യാരക്ടർ ഇംപ്രൂവൈസ് ഓൺ സെറ്റ്സ് ഇംപ്രൂവൈസ് ആയി വന്ന് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ അത് അബദ്ധത്തിൽ പറ്റിപ്പോയത്. അതിൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതായത് ഞാൻ പൃഥ്വിരാജിനോട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ മറ്റേ കൊല്ലത്ത് ഇതിന് പോയതാണ്, ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പം മാധ്യമങ്ങൾ പറയട്ടെ ജോണി പെരുങ്ങോടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ചേട്ടനെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ 2 റിഹേഴ്സൽ പോയി, പിന്നെ പെട്ടെന്ന് ടേക്ക്. അപ്പം എനിക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല, വെള്ളം കുടിക്കാൻ മറന്നുപോയി. ഈ അല്ലെങ്കിൽ ലിപ് ബാം തേക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. അപ്പം എൻ്റെ ലിപ്സ് ഡ്രൈ ആയി. അപ്പോൾ ഈ ടേക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നന്ദു ചേട്ടനെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ചിരിക്കണമെന്നുണ്ട്, ഇങ്ങനെ ചിരിക്കണമെന്നുണ്ട്. പക്ഷേ ചിരിച്ചാൽ വല്ലാണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പം ഞാനെന്തെന്ന് വെച്ചാൽ ഇത് അകത്തോട്ട് എടുത്ത് ഈ സാധനമില്ലേ, ഇത് ചുണ്ടെൻ്റെ വലിഞ്ഞത് കൊണ്ടാണ് ഞാനത് നനയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. പക്ഷെ പിന്നെ മോണിറ്റർ കണ്ടപ്പോൾ അതൊരു രസമുണ്ട്. ഇപ്പൊ കുറെ പേര് ആ സ്റ്റിക്കർ എനിക്ക് അയച്ചു തരാറുണ്ട്. അതൊരു സിഗ്നേച്ചർ മാനേഴ്സ് ആയിട്ട് വരുന്നത്. അത് പക്ഷെ അതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഈ കാരണം കൊണ്ട് ഞാൻ ചുണ്ട് ഇങ്ങനെ പിടിച്ചതാണ്.
അതുകൊണ്ടാണ് അത് അങ്ങനത്തെ ഒരു ചിരി വന്നത്. പക്ഷെ അതൊരു നല്ല റിയാക്ഷനായിട്ട് മാറി. അഗെയിൻ ഭരതനാട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പറയുകയാണ് ആദ്യമായിട്ട് നിർമ്മാണ ചുമതലയിലേക്ക് വരുന്ന സിനിമയാണ്. പ്രേക്ഷകരോട് എന്താണ് വെച്ചാൽ ഈ പറഞ്ഞ 20 വർഷത്തെ കരിയർ 150 സിനിമയ്ക്ക് മേളിൽ ചെയ്തിട്ട് പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു സ്വന്തം പേര് തലപ്പത്ത് വെച്ചിട്ടുള്ളൊരു സിനിമയാണല്ലോ വരുന്നത്. എനിക്ക് ചിരി വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയുടെ ഒരു ടെൻഷനെ പറ്റി ആലോചിച്ച് പോയി. അതായത് 150 പടങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണദാസ് ഒരു ദിവസം പറയാണ്, ചേട്ടാ ഇനി പടം കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുമോ ഈ 150 പടം കഴിഞ്ഞിട്ട് ഇയാളെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ പടമാണ്. മനസ്സിലായില്ലേ? അതാണ് അവൻ്റെ ടെൻഷൻ. അപ്പം ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തായാലും പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. വെച്ചാൽ നമുക്കെല്ലാവർക്കും നിൻ്റെ കാര്യം വിട്ടേക്ക് ഞാൻ എഴുതിയത്, ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനൊക്കെ എത്രയോ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻസ് അഭിനയിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവരെല്ലാം ഇൻവോൾവ് ആയത്, സിനിമ സംഭവിച്ചത്. പിന്നെ നമ്മൾ സിനിമ കംപ്ലീറ്റ് ആയതിനു ശേഷം പലരെയും നമ്മൾ കാണിച്ചു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പം നമ്മളോട് ബയസ്ഡ് അല്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാരും കണ്ടു. ഇപ്പം ഇതിന്റെ സാറ്റലൈറ്റ് സീ കേരളം എടുത്തു. അപ്പൊ അത് അവർ ബയസ്ഡ് ആകേണ്ട ആവശ്യമില്ലല്ലോ. അവര് കണ്ട് അവർക്ക് വർക്ക് ആവുകയാണെങ്കിൽ അവർ എടുക്കുള്ളൂ. അപ്പം അതുകൊണ്ടാണല്ലോ അവരെടുത്തത്. ഇപ്പം ഫാൾസ് ഫിലിംസ് ഓവർസീസ് റൈറ്റ്സ് അവരാണ് ഡെഫിനറ്റ്ലി അവർക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെടുക്കുന്നു. അപ്പം അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ഇത് ചെയ്യില്ല ഓഡിയൻസ്. പടം എന്തായാലും റിലീസാവട്ടെ, പക്ഷെ പടം ഓക്കെയാണ്, യു ഡോണ്ട് വറി എന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ ടെൻഷൻ ഇതാണ്, ഇനിയിപ്പോൾ എന്താണ് സൈജു കുറുപ്പ് 150 പടം ചെയ്തിട്ട് ഇതാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ. വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇനി തുടർന്നുള്ള യാത്രയിൽ ഈ പറയുന്ന ഒരു കോ പ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നല്ലൊരു സിനിമ സംഭവിക്കാൻ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നത്. ഓക്കെ, ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ സമയത്ത് മമ്മൂക്കയും പറയാറുണ്ട്, എനിക്ക് എൻ്റെ സാലറി പ്ലെഡ്ജ് ചെയ്യാം, ഓക്കെ സിനിമ സംഭവിക്കട്ടെ എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ സൈജു കുറുപ്പ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടർ യാത്ര കൂടി ആലോചിച്ചിട്ട്, കാരണം അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിരിക്കില്ലല്ലോ, ഒരു കാരണവശാലും പ്രൊഡക്ഷൻ ഹൗസ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ലല്ലോ. തുടരുമെന്നുള്ളത് അതായത് മനീഷ് എനിക്ക് അറിയില്ല. ഇപ്പം എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് പ്രൊജക്റ്റ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് പോകുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനിയിപ്പം എൻ്റെ മുമ്പോട്ടുള്ള ഈ സൈജു ഗ്രൂപ്പ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യാത്ര. ഞാൻ ആസ് ആൻ ആക്ടർ ഐ വിൽ ബി ട്രാവലിംഗ് ഫോർവേഡ്. പക്ഷേ തുടർന്നുള്ള പ്രൊജക്റ്റുകൾ എനിക്കറിയില്ല. ഇപ്പം മേ ബി അത്രയും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് പക്ഷേ ഇത് വർക്കായാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ മെയിൻ ഏരിയ ഞാൻ പ്രൊഡ്യൂസർ അല്ല, കാരണം ഞാൻ ആക്ടറാണ്. ആസ് എൻ ആക്ടർ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു ഭയങ്കര മോട്ടിവേഷൻ ഒന്നുമില്ല. ഈ പറയുന്ന സിനിമ ഉണ്ടാക്കുന്ന അതെ, if it works then I will get a motivation. If it doesn't work എന്താണ് ഞാൻ ചിലപ്പോൾ തുടരില്ല. അതാണ് ഇപ്പം ആസ് ഓഫ് നൗ. നാളെ ചിലപ്പം ഇതൊക്കെ മാറാം, ചിലപ്പം എന്താണ് വർക്കായാലും ഇല്ലെങ്കിലും ഞാൻ ചിലപ്പം ഒരു അടുത്ത പടത്തിൽ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷനിലേക്ക് ഞാൻ പോവുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ ഐ എം ഡിപ്പെൻഡിങ് ഓൺ ദ ലൈഫ് ഓഫ് ഭരതനാട്യം. അപ്പോൾ എന്തായാലും ഭരതനാട്യം പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. കൂടുതൽ ഗംഭീരമായ പ്രൊജക്റ്റുകളായിട്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. താങ്ക് യു മനീഷ്. താങ്ക് യു.